സംസ്ഥാനത്തും SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തേടാം. SIR ഇത്ര തിടുക്കത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനോട് സാമാന്യ ബുദ്ധി അനുസരിച്ച് യോജിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളെ നടപ്പിലാക്കിയതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സിനെ കുറിച്ച് രാജ്യം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ക്രമീകരണം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അതിലുള്ള ഒരു ആകുലതയും ആ ഫോം തന്നെയാണെങ്കിലും പൂരിപ്പിച്ചെടുക്കുന്നതിൽ ഒത്തിരിയേറെ കൺഫ്യൂഷൻസും ആളുകൾക്കുണ്ട്. കാരണം 2002 വോട്ടർ പട്ടിക ആണ്, അല്ലെങ്കിൽ 2004 വോട്ടർ പട്ടികയാണ് സൈറ്റിൽ ലഭ്യമാവുന്നത്. പക്ഷേ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് മുമ്പ് 99 നടന്ന പാർലമെൻറ്റ് ഇലക്ഷന് വോട്ട് ചെയ്ത ആളുകൾക്കൊന്നും തന്നെ ഈ 2002 ഈ സൈറ്റിൽ കാണുന്ന വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പം അർഹരായ പല ആളുകളും ഇതിൻ്റെ അകത്ത് അനർഹരുടെ ലിസ്റ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധൃതി പിടിച്ചത് നടത്തുമ്പോൾ അർഹരായിട്ടുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തി ചെയ്യുക എന്നുള്ള നല്ല ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു സംഭവം വളരെ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ അത് അർഹരായിട്ടുള്ള ആളുകൾ അനർഹരുടെ പട്ടികയിലേക്ക് പോകുന്നതിനുള്ള ഒരു കാരണത്തിലേക്ക് നയിക്കും എന്നുള്ള ഒട്ടേറെ ആകുലതകളും പല കേന്ദ്രങ്ങളിൽ നിന്നും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ആളുകളുടെ സൗകര്യവും എടുത്ത് വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എടുക്കേണ്ടതാണ്. ഇപ്പോൾ BLOമാർക്കാണെങ്കിൽ ഇത് വലിയൊരു വർക്ക് ലോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കുന്നതിനായിട്ട് അവർ ഈ ഫോമുകൾ കൊണ്ട് കൊടുക്കുകയും അത് പൂരിപ്പിക്കാൻ കൃത്യമായിട്ട് വോട്ടർമാർക്ക് അറിയാതെ വരികയും ചെയ്യുമ്പോഴും ആ പൂരിപ്പിക്കാത്ത ഫോമുകളായിരിക്കും BLOമാർ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരിയേറെ അസ്വാഭാവികതകൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഈ വോട്ടർമാർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് അത് ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതല്ല, സാവധാനം കൃത്യമായിട്ട് സമയം എടുത്തുകൊണ്ട് നടപ്പിലാക്കേണ്ട ഒരു പ്രക്രിയയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. കേരളത്തിൽ ഉടനെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ തന്നെ BLOമാർ അതിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ അത് നടപ്പാക്കാൻ പോയാൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക്, കാരണം അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരും. ഇതിപ്പോൾ ഒരു സമയമെടുത്ത് ചെയ്യേണ്ട പ്രക്രിയയായിരുന്നു ഈ SIR. ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ ചുമതലകൾ ചെയ്യാൻ പറ്റാണ്ട് വരും. 2002 രീതി വെച്ചാണ് അവർ നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വോട്ടുണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും. അത് കുറ്റമറ്റ രീതിയിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. തിടുക്കപ്പെട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നടപ്പാക്കാനിരിക്കുന്ന SIR എത്രയും പെട്ടെന്ന് നടപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ കള്ളയോട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാണല്ലോ ഇപ്പോൾ ഈ പരിപാടിയെ എതിർക്കുന്നത്. അത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. എന്താണ് പലരും ഇതിനെ എതിർക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നില്ല. പക്ഷേ നമുക്കിത് എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലൊക്കെ കള്ളയോട്ടുകളെ എതിർക്കുക, അതൊക്കെയാണ് ഇവരുടെ ഒരു ലക്ഷ്യം. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കാരണം ഈ നമുക്ക് വോട്ട് ഏത് സ്ഥലങ്ങളിലൊക്കെ വോട്ടുണ്ട് അത് കൃത്യമായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബോധ്യപ്പെടുവാൻ വേണ്ടിയുള്ള കാരണമാണത്. മറ്റുള്ള പാർട്ടികളാണെങ്കിൽ തന്നെ അവരൊക്കെ ഇതിനെ പ്രതിരോധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാവിയിലേക്ക് വരുന്ന ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ അവർക്ക് അതിന് എതിർപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. ഏറ്റവും നല്ല കാര്യമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥികൾക്കൊക്കെ കൃത്യമായ വോട്ട് ചെയ്ത് കിട്ടിയിട്ടാണ് അവർ ജയിക്കുന്നതെന്നുള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. അത് കേരളത്തിലെ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള കേരളത്തിലെ ജനങ്ങളൊക്കെ നമ്മളിതിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ള പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അത് നല്ലൊരു തീരുമാനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഏറ്റവും നല്ല കാര്യമാണ്. ഇത് നടപ്പിലാക്കേണ്ടത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നടപ്പിലാക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആവശ്യം. മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത് വളരെ ഇതോടുകൂടി നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എതിർപ്പുകൾ ഒത്തിരി മറ്റുള്ള പാർട്ടികൾ ഇതിനു വേണ്ടി വേണ്ട എന്ന് പറയുന്നു. കള്ള വോട്ടുകളും മറ്റുള്ള പ്രശ്നങ്ങളും ഇതും ഉള്ളതുകൊണ്ട് അത് BJP സർക്കാർ ഇത് വേണം എന്ന് പറയുന്നത് ഏറ്റവും ഒരു നല്ല കാര്യമാണ്. കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവെ സമ്മിശ്ര പ്രതികരണങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.